പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണ് ജയറാമിനടക്കം ഇത് പൂജയ്ക്കെത്തിച്ചത്. അങ്ങനെ കൈമാറാൻ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 10-20 കൊല്ലക്കാലമായിട്ട് ഇടനിലക്കാർ നമ്മുടെ ശബരിമല സന്നിധാനത്ത് അഴിഞ്ഞാട്ടം നടത്തുകയാണ്. എങ്ങനെയാണ് ഒരു വിഷ്ണു പോറ്റിക്ക് അവിടുന്ന് ഈ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുക? അതെങ്ങനെയാണ്? ആരുടെ വീട്ടിലായാലും ശരി, അത് ബാംഗ്ലൂർ കൊണ്ടുപോയി എന്ന് പറയുന്നു, അവിടെ പോയിച്ചെന്ന് പറയുന്നു, ചെന്നൈയിൽ എത്തിച്ചു എന്ന് പറയുന്നു, വേറെ പല സ്ഥലത്തും കൊണ്ടുപോയി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിൻ്റെ അതിൽ ചെയർമാൻ്റെയും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുടെയും അനുഗ്രഹമില്ലാതെ ഒരിക്കലും ഒരു ഏജന്റിന്, ഇടനിലക്കാരന് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ സാധ്യമല്ല, സ്വർണ്ണപീഠം കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉടൻ തന്നെ രാജിവെച്ച് പുറത്തു പോകണം. ഇങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ പോലും സുരക്ഷിതമല്ല. അയ്യപ്പ വിഗ്രഹം പോലും ശബരിമലയിൽ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത്തരം വിശ്വാസികളല്ലാത്തവരാണ്, അയ്യപ്പന് വിശ്വാസമില്ലാത്തവരാണ് അവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥങ്ങൾ സാനിറ്റൈസർ പോലെ കയ്യിൽ കഴുകിക്കളയുന്നവരാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും മെമ്പർമാരെല്ലാം. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ ശബരിമല സുരക്ഷിതമല്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അക്കാര്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ദേവസ്വം വിജിലൻസിന് ചില പരിമിതികളുണ്ട്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സംഘടനകളും മറ്റും തയ്യാറാകും എന്നുള്ളതാണ്. അത് മാർക്സിസ്റ്റ് പിണറായി സർക്കാരും ദേവസ്വം ബോർഡും കൈകഴുകുകയാണ്. അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പോറ്റിക്ക് എങ്ങനെയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ആരായി പോറ്റി? അയാൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഇത് കഴിയില്ല. അതുകൊണ്ട് ഈ വിഷ്ണു പോറ്റിയല്ല, ദേവസ്വം ബോർഡാണ് ഒന്നാം പ്രതി. അവരാണ് ഈ തീവട്ടിക്കൊള്ളക്ക്, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. പ്രശാന്ത് ഒരു നിമിഷം പോലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരമില്ല. അല്ല, തീർച്ചയായും. മാത്രമല്ല, ഹൈക്കോടതിയുടെ മുന്നിൽ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് ദേവസ്വം ബോർഡ് തന്നെ അവതരിപ്പിച്ചത്. അതായത് ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര ചെമ്പുണ്ട്, എത്ര ഉരുപ്പടികളുണ്ട്, എത്ര വിലപിടിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്, ഇതിനെ സംബന്ധിച്ച് ഒരു രേഖയുമില്ല. എന്തുകൊണ്ടാണ് രേഖകൾ സൂക്ഷിക്കാത്തത്? രേഖകൾ സൂക്ഷിക്കാത്ത അറിയാത്ത കൊണ്ടല്ല, രേഖകൾ സൂക്ഷിക്കാത്ത അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ മോഷണം നടത്തണം, ഈ തീവട്ടിക്കൊള്ള നടത്തണം എന്ന് ബോധപൂർവമായി ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഒന്നിനും ഒരു രേഖയും ഇല്ലാത്തത്. അതുകൊണ്ട് ദേവസ്വം ബോർഡാണ് ഒന്നാം പ്രതി. അല്ല, ജമാഅത്ത് ഇസ്ലാമിനെ ആദ്യം ബഹിഷ്കരിക്കേണ്ടത്. അവർ രാജ്യദ്രോഹ സംഘടനയാണ്. അവരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബഹിഷ്കരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അതായത് നമ്മുടെ തീവ്രവാദ സംഘടനകൾ പിണറായി സർക്കാരിന് കീഴിൽ കേരളത്തിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അത് പൗരത്വ നിയമ ഭേദഗതി വന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് ഏറ്റവും ഒടുവിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വലിയൊരു തീവ്രവാദിയെ നമ്മുടെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ, അതുപോലെ തീവ്രവാദികൾ ഇവിടെ തഴച്ചു വളരുകയാണ്. അവിടെ ആയുധ പരിശീലനവും അവിടെ റിക്രൂട്ട്മെൻറ്റും എല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിലെ പിണറായി സർക്കാർ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ തീവ്രവാദ സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി, PFI, SDPI ഇവരുമായിട്ടെല്ലാം അവർ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഇക്കാര്യത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ UDFും ഇതേ തീവ്രവാദ സംഘടനകളെ, ഭീകര സംഘടനകളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഒരു ഭാഗത്ത് ഭരണപക്ഷത്തിൻ്റെ സഹകരണം, മറുഭാഗത്ത് പ്രമുഖ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം, ഇത് രണ്ടും ചേർന്നുകൊണ്ട് തീവ്രവാദ സംഘടനകൾ
കേരളത്തിൽ തഴച്ചു വളരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നത്.